പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നയാളിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായ നടപടിയാണ്. അത് സ്വാഭാവികമായ നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തൊരാളിനെ പാർലമെൻ്ററി പാർട്ടി ഇരുത്താൻ പറ്റില്ലല്ലോ. അതൊരു സ്വാഭാവിക നടപടിയാണ്. മറ്റു കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് KPCC പ്രസിഡന്റ് എല്ലാവരോടും ആലോചിച്ച് തീരുമാനം. അല്ല, അത് KPCC പ്രസിഡന്റ് എല്ലാവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ശേഷവും തീരുമാനമെടുക്കും. കേരളത്തിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആക്ഷേപം ഉന്നയിച്ച ഒരാൾ ഞാനായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 4,50,000-ത്തിലധികം വോട്ടുകൾ അത് കള്ളവോട്ടുകളോ അല്ലെങ്കിൽ വ്യാജ വോട്ടുകളോ ചേർത്തിട്ടുണ്ടെന്ന് ഞാനാണെന്ന് സൂചിപ്പിച്ചത്. അന്ന് അതിൻ്റെ പേരിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 38,000 വോട്ട് ഡിലീറ്റ് ചെയ്തു, സമ്മതിച്ചു. ബാക്കി 4 ലക്ഷം വോട്ട് അവിടെ കിടക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു. ഈ 4 ലക്ഷം വോട്ട് അവിടെ ഉണ്ട്. 4 ലക്ഷമല്ല, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 4 ലക്ഷം വോട്ടാണ്. 10 ലക്ഷത്തിലേറെ കള്ളവോട്ടുകൾ, വ്യാജ വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നീക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുള്ള നടപടിയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ചൊരു അഭിപ്രായം പറയും. ബീഹാർ മാതൃകയിലുള്ള അല്ല, അതാ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് പാർട്ടി ആലോചിച്ച അക്കാര്യത്തിലൊരു അഭിപ്രായം ഞങ്ങൾ പറയും. ഇപ്പം ബീഹാറിൽ സംഭവിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലും ഏത് തരത്തിൽ ആണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കും. പക്ഷേ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട്.